വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്ന വർഷം? ആൻസർ 2015. ഏത് കമ്പനിയുമായിട്ടാണ് കേരളം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടത്? ആൻസർ അദാനി സ്പോർട്സ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ആദ്യ ചെയർമാൻ? ആൻസർ PR സുബ്രഹ്മണ്യൻ. അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തുറമുഖം? ആൻസർ വിഴിഞ്ഞം. കപ്പൽ നിർമ്മാണശാലയായ കൊച്ചിയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ? ആൻസർ റാണി പത്മിനി. ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ കേരളം. ആദ്യമായി സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കേരളത്തിലെ കായൽ? ആൻസർ അഷ്ടമുടി കായൽ. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യ ചിഹ്നം? ആൻസർ ജഗ്നു. കേരളത്തിലെ ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം? ആൻസർ ആലപ്പുഴ. ജലഗതാഗതത്തെ 90% ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശം? ആൻസർ കുട്ടനാട്. എന്താണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യ ബോട്ടിന്റെ പേര്? ആൻസർ മുസിരീസ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം? ആൻസർ 1964. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് നിലവിൽ വന്ന തുറമുഖം? ആൻസർ കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ ഇൻലാൻഡ് കണ്ടെയ്നർ തുറമുഖം? ഓപ്ഷൻ നാട്ടകം. കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടാൻ കുഴിച്ചെടുത്ത മണ്ണ് ഇട്ടതുമൂലം ഉണ്ടായ ദ്വീപ്? ആൻസർ വെല്ലിംഗ്ടൺ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? ആൻസർ വിഴിഞ്ഞം. എവിടെയാണ് കൊച്ചിയിൽ നാവിക വിമാനത്താവളം ഉള്ളത്? ആൻസർ വെല്ലിംഗ്ടൺ ദ്വീപ്. വൈക്കത്തെയും കോട്ടയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയുടെ നമ്പർ? ആൻസർ 59. എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടിന്റെ പേര്? ആൻസർ ആദിത്യ. കേരള സർക്കാർ ആരംഭിച്ച ആദ്യത്തെ ഉൾനാടൻ തുറമുഖം? ആൻസർ നാട്ടകം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ തുറമുഖം? ആൻസർ വിഴിഞ്ഞം. കേരളത്തിൽ എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം? ആൻസർ കൊച്ചി.